എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിഫാം, DHA, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ വേക്കൻസീസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. വേക്കൻസി നാളെയോടെ പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ താല്പര്യമുള്ള കോളേജ് കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻസ് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓപ്ഷൻസ് വീണ്ടും എഡിറ്റ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാനോ സാധിക്കുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻസ് ഒരു തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നൽകുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അലോട്ട്മെൻറ്റ് നമ്പർ 5, അതുപോലെ തന്നെ ഈ ഒരു 2/1/2025, അതായത് ഈ ഒരു ജനുവരി 2-ാം തീയതിയാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം വരെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും, അതുപോലെ നൽകിയ ഓപ്ഷൻസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ എന്തെങ്കിലും റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെയായിട്ട് അലോട്ട്മെൻറ്റ് നമ്പർ 5 എന്നും അതുപോലെ രജിസ്റ്റർ എന്നുള്ള ഒരു ബട്ടണും കാണാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക്, അതായത് കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജ് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ദ കാൻഡിഡേറ്റ് ഹൂ ഗോട്ട് അഡ്മിഷൻ ഇൻ എനി ഓഫ് സെൽഫ് ഫിനാൻസ് കോളേജസ് വിൽ ബി കൺസിഡേർഡ് ഫോർ അതർ കോളേജസ് ഓൺലി ഇഫ് ദേ ഹാവ് സബ്മിറ്റഡ് NOC. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങളെ മറ്റൊരു കോളേജിലേക്കുള്ള അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ്ലോഡ് NOC PDF ഫോമാറ്റ് നോട്ട് മോർ ദാൻ 500K, അതായത് 500KB കൂടാൻ പാടില്ല. അതുപോലെ ചൂസ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയൽ ചൂസ് ചെയ്ത ശേഷം അപ്ലോഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്ക് NOC കോളേജ് ചിലപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. കോളേജിൽ പറഞ്ഞാൽ അത് കോളേജ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിലവിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പേജിൽ കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റോ ഇവിടെ കാണില്ല. അപ്പോൾ നിങ്ങളുടെ കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതായത് ഓൺലൈനായിട്ടാണ് NOC ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ കോഡ് കാണാൻ സാധിക്കും. നിലവിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് NOC ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ NOC കോളേജ് ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ കോളേജിൽ നിന്നും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NOC അയച്ചു തരും. അപ്പോൾ നിങ്ങൾ NOC വാങ്ങിച്ച ശേഷം, അതായത് PDF ഫോമാറ്റിലായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രിൻ്റബിൾ ഫോമാറ്റിൽ അല്ലെങ്കിൽ പേപ്പറിലായിരിക്കും NOC തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത് അത് PDF ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട് 500KB സൈസിൽ കൂടാതെ രീതിയിലുള്ള ഫയൽ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത ശേഷം പിന്നീട് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
നിലവിൽ ഏതെങ്കിലും കോളേജിൽ അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. എന്നിവർക്ക് ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതി. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ നൽകുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവൈലബിൾ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. കോളേജ് കാണാം, കോഴ്സ് ടൈപ്പ്, അതുപോലെ ഓപ്ഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ ഏതൊക്കെയാണോ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് ഒരു ബോക്സ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്യുന്നതിലും കൂടുതൽ നല്ലത് ആ ഒരു ബോക്സിൽ നിങ്ങളുടെ ഓപ്ഷൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജും കോഴ്സസും മാത്രമേ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജും കോഴ്സും മാത്രം ഉൾപ്പെടുത്തുക. നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജ് വേണ്ട, മറ്റൊരു കോളേജ് കിട്ടിയാൽ മാറുമെന്ന് ഉറപ്പുള്ള കോഴ്സുകളോ കോളേജുകളോ ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് നൽകുക. കാരണം മറ്റൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും, പിന്നീട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ രീതിയിൽ നിങ്ങൾ എത്ര ഓപ്ഷൻസ് നൽകുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസുകളൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നൽകിയ ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ താഴെയായിട്ട് അത് ലിസ്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോ ഓപ്ഷൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് മാറിയിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകുന്ന കോളേജുകൾ നിങ്ങൾക്ക് പിന്നീട് അതിൽ ഏതെങ്കിലും റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്ത് കൊടുക്കണമോ എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള ആ ഒരു ഓപ്ഷൻ്റെ നൽകാനുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ നൽകി ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4ാമത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ അതായത് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണ്ട എഡിറ്റിങ്ങുകളും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് നൽകിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ഓപ്ഷൻ നൽകാനായിട്ട് പാടുള്ളൂ. കാരണം നിങ്ങൾ NOC അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും NOCയുടെ ആവശ്യമില്ല. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും NOCയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.